ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. ഷിരൂരിലെ തെരച്ചിൽ അവിടെ അനിശ്ചിതത്വമാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ അത് അനിശ്ചിതത്തിലായിരിക്കുന്ന സാഹചര്യമെന്ന് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നാവികസേനയ്ക്ക് തിരച്ചിലിനായി അനുമതിയില്ല എന്നുള്ളതാണ് കാര്യം. ജില്ലാ ഭരണകൂടമാണ് അനുമതി നിഷേധിച്ചത്. KV ബൈജു ഷിരൂരിൽ നിന്നും ചേരുന്നു. അല്പസമയത്തിനകം ചേരുമെന്നാലും ഷിരൂരിലെ തെരച്ചിൽ അത് അനിശ്ചിതത്തിലേക്ക് നീങ്ങുന്നു. ഷിരൂരിൽ നിന്ന് അർജുനായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കുമെന്ന് നമ്മൾ നേരത്തെ വാർത്ത നൽകിയിരുന്നു. പക്ഷേ അവിടെ അനിശ്ചിതത്വം വരുന്നു എന്നുള്ള സാഹചര്യം. ബൈജു ഷിരൂരിൽ ചേരുന്നുണ്ട്. ബൈജു, എന്താണ് ഈ അനുമതി നാവികസേനയ്ക്ക് നൽകാതിരിക്കാനുള്ള സാധ്യത, കാരണം? എൽദോ, ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ നാവികസേനയ്ക്ക് തിരച്ചിലിനായി അനുമതി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടില്ല എന്നാണ്. അല്പസമയം മുമ്പ് വരെ നാവികസേന ഇതിന് സജ്ജമായിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചെന്ന വ്യക്തതയില്ലാതെ നമുക്ക് ഉടൻ തന്നെ അതിനെക്കുറിച്ച് ഒരു വ്യക്തത ലഭിക്കും. പക്ഷെ നിലവിൽ നാവികസേന ഇതുവരെ ഈ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. രാവിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ തെരച്ചിൽ നടത്താൻ സജ്ജമാണെന്ന് നാവികസേന ഇന്നലെ നടന്ന യോഗത്തിലും അറിയിച്ചതാണ്. അത് മാത്രമല്ല, ഇന്നലെ തന്നെ അവർ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയതാണ്. പക്ഷേ ഇതുവരെ നാവിക സേന അംഗങ്ങൾക്ക് അനുമതി നൽകാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പരിശോധന തെരച്ചിൽ ഇത്തരത്തിൽ ആരംഭിച്ചിട്ടില്ല. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ, അതായത് ജില്ലാ ഭരണകൂടത്തിന് ഉൾപ്പെടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുഴയിൽ തിരച്ചിൽ സാധ്യമാകൂ. എന്തായാലും അത് എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ തടസ്സം ഉണ്ടാകുന്ന എന്ന കാര്യത്തിൽ ഒരു വ്യക്തത. ഏതായാലും ഇപ്പോൾ ഒരു അനിശ്ചിതത്തിലായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എൽദോ, ബൈജു, ഈ എന്താണ് എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഇങ്ങനെ അനുമതി നൽകിയില്ല എന്നുള്ളത് ഈ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? അർജുന്റെ കുടുംബാംഗങ്ങളോടെ ഉണ്ടല്ലോ, അവരെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ടോ? കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോധ്യപ്പെടുത്തിയിട്ടില്ല. അവർ ഇവിടെ തന്നെ, ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെ ഉണ്ട്. അവർക്ക് കാര്യങ്ങൾ ബോധ്യമല്ല. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമാണ് ഇത്തരത്തിൽ തിരച്ചിൽ ഇപ്പോൾ നാവികസേനയുടെ തിരച്ചിലിന് അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് വൈകുന്നത് എന്ന് ഉദ്യോഗസ്ഥരെത്തി ഇന്നലെ പരിശോധന നടത്തി, ഇന്ന് രാവിലെയും പരിശോധന നടത്തി. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് അത്തരത്തിൽ ഉദ്യോഗസ്ഥർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരെല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയാണ് നാവികസേന ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിക്കാതെ അവർക്ക് ഈ തിരച്ചിൽ നടത്താൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ജില്ലാ കളക്ടറും AKM അഷ്റഫും അതുപോലെ തന്നെ കാർവാർ MLAയും ഇപ്പോൾ അവർ ഒരുമിച്ചൊരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇനി എന്ത് തീരുമാനം ഉണ്ടാകുന്നു എന്ന് കാത്തിരിക്കേണ്ടി വരും. നിലവിൽ ഒരു അനിശ്ചിതത്വം തന്നെയാണ്. 9 മണിക്ക് ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ സമയം വരെ ഞാനിപ്പോൾ ഉള്ള ഈ പുഴയിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ ഇവർ തയ്യാറായിട്ടില്ല. രാവിലെ എത്തിയ സംഘം ഇവിടുന്നും മടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാർവാറിൽ നിന്നുള്ള സംവിധാനങ്ങളോടുകൂടിയുള്ള എല്ലാ സംവിധാനങ്ങളോടുകൂടിയുള്ള ആ സംഘമാണ് ഇനി എത്തേണ്ടത്. അവർ എത്തിയാൽ മാത്രമേ തെരച്ചിൽ പുനരാരംഭിക്കൂ. എന്തായാലും ഒരു അനിശ്ചിതത്വം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടമാണ് ഇപ്പോൾ ഇത്തരത്തിൽ നാവികസേനയെ നിഷേധിച്ചിട്ടുള്ളത്. പക്ഷേ പുഴയുടെ നീരൊഴുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. 4 നോട്ട്സിന് താഴെയാണ് നീരൊഴുക്കുള്ളത്. അത് എന്താണ് ഇതിന് കാരണമെന്നത് വ്യക്തയില്ല. നമുക്ക് അല്പസമയത്തിനകം തന്നെ ഒരു വിശദീകരണം നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ആ ഒരു നിഷേധം അത് ഒരു സംസ്ഥാന സർക്കാരിന്റെ അറിവോടുകൂടി അല്ലാതെ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇന്നലെ പക്ഷേ കർണാടക ഉപമുഖ്യമന്ത്രിയൊക്കെ വ്യക്തമാക്കിയത് തെരച്ചിലുണ്ടാകും, ചില പ്രശ്നങ്ങൾ, വെല്ലുവിളികളുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അപ്പോൾ പോലും തെരച്ചിൽ നടക്കുമെന്നുള്ളതാണല്ലോ DKS ഒക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വേണ്ട, ആ തെരച്ചിൽ ഇപ്പോൾ സാധ്യതയില്ല, വേണ്ട എന്നുള്ള നിഗമനത്തിലേക്കാണോ ജില്ലാ ഭരണകൂടം പോകുന്നത്, ബൈജു? അത്രത്തോളം തീർത്തിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം AKM അഷ്റഫ് MLAയുമായി നമ്മൾ സംസാരിച്ചിരുന്നു അല്പസമയം മുമ്പ്. അദ്ദേഹം പറഞ്ഞത് ഇന്ന് തെരച്ചിൽ നടത്തും എന്ന് തന്നെയാണ്, തെരച്ചിൽ നടത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ശക്തമായ വിമർശന എതിർപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തെരച്ചിൽ നടത്തുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് ഒപ്പം തന്നെ അദ്ദേഹം ഉണ്ട്. അതുപോലെ തന്നെ കാർവാർ MLA സതീഷ് അദ്ദേഹമുണ്ട്. അവർ ഏതായാലും ഈ സ്ഥലത്തേക്ക് എത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ അവർ
കലക്ടറേറ്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നാവികസേന സജ്ജമായി ഇരിക്കുന്നു. നാവികസേന തെരച്ചിൽ നടത്താൻ സാധിക്കും. തെരച്ചിൽ നടത്താൻ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്ന് പറയുമ്പോഴും ജില്ലാ ഭരണകൂടം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് നിഷേധിക്കുന്നത് എന്ന തരത്തിലൊരു വ്യക്തതയില്ല. എന്തായാലും അത് ഇനി കുറച്ചുകൂടി കാത്തിരുന്നാൽ നമുക്കൊരു വ്യക്തത വരും. എന്താണ് ഇതിനൊരു തടസ്സം ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നതെന്ന്. ഏതായാലും തുടക്കത്തിൽ തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഇത്തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപമൊക്കെ ഉയർന്നതാണ്. വളരെ വൈകിപ്പിച്ചു എന്ന തരത്തിലൊക്കെ ആ നിലപാട് തന്നെ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇതിൽ ജിതിൻ ഉണ്ട്. ജിതിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ജിതിൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും അത് കുറച്ചുകൂടി കാത്തിരുന്നാൽ നമുക്ക് ഒരു വ്യക്തത ലഭിക്കും. ഏതായാലും AK അഷ്റഫുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ഇതിലൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം AK അഷ്റഫ് ഇപ്പോൾ കലക്ടർ കൂടെയാണുള്ളത്. അദ്ദേഹം ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആ കാര്യത്തിലും ഒരു വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. ജിതിനുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് ബൈജു, ജിതിന്റെ പ്രതികരണം തേടിക്കോളൂ. നമ്മളിപ്പോൾ AK അഷ്റഫ് ഫാമിലിയെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെങ്കിലും അവിടെ ഒരു തെരച്ചിലിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നാവികസേനയ്ക്ക് അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് എന്നുള്ളതാണ് ബൈജു പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് വലിയ അനിശ്ചിതത്വമാകും. ഷിരൂരിൽ അർജുന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കൊക്കെ കുറഞ്ഞ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. കാലാവസ്ഥ അനുകൂലമാണ്. വെള്ളം തെളിഞ്ഞ ഒരു സാഹചര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു അനുമതി നിഷേധിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ല. കളക്ടറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവിടെ MLA ശ്രമിക്കുന്നുണ്ട്. K അഷ്റഫ് MLA അവിടെയുണ്ട്. അപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള വിമർശനം ഉയരും ജില്ലാ ഭരണകൂടത്തിനും കർണാടക സർക്കാരിനുമെതിരെ. കാരണം അത്രമാത്രം അനുകൂലമായി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നടക്കുന്നില്ല എങ്കിൽ അത് വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കും. ജിതിൻ്റെ പ്രതികരണം ഉണ്ട്. അല്പസമയത്തിനകം വരും. എന്താണെങ്കിലും അനുമതി നിഷേധിക്കുകയാണ് ജില്ലാ ഭരണകൂടം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അർജുനായുള്ള തെരച്ചിൽ അത് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നു. നാവികസേന ഒരുക്കങ്ങൾ നടത്തിയിരുന്നു ഒരു ഡീപ്പ് ഡൈവിങ്ങിന് വേണ്ടി. പ്രത്യേകിച്ച് 3 മീറ്റർ താഴെ മാത്രമാണ് ലോറി ഉള്ളത് എന്നാണ് പറയുന്നത്. അവിടെ പ്രതികരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ എന്നുള്ള ഒരു പ്രവൃത്തിയൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഇപ്പോഴും ജലനിരപ്പ് നിങ്ങളെല്ലാം കണ്ടല്ലോ, രാവിലത്തെ അതേപോലെ തന്നെയാണ്. ജലനിരപ്പ് വളരെ കുറവാണ്, ഒഴുക്ക് കുറവാണ്. ഇത്രയും നല്ല സാഹചര്യത്തിൽ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ തുടരേണ്ട സാഹചര്യമാണുള്ളത്. അതിന് പകരം ഇങ്ങനത്തെ ഓരോ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് നേവിക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ നമ്മളെ ഇനി എങ്ങനെ ആരോടെന്തൊക്കെ പറയേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വളരെ അനുകൂലമായ സാഹചര്യം എന്ന് തന്നെയാണ് നേവിയും പറയുന്നത്. പക്ഷേ എവിടെയാണ് ഈ ജില്ലാ ഭരണകൂടം? നേരത്തെയും വലിയ വിമർശനം ഉണ്ടായിരുന്നു ജില്ലാ ഭരണകൂടം. എവിടെയാണ് പാളിച്ച? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഏകോപനക്കുറവ് ആദ്യം പണ്ട് മുതലുള്ള ഏകോപനക്കുറവ് ഇപ്പോഴും കാണുന്നുണ്ട്. ആര് തമ്മിലുള്ള ഏകോപനക്കുറവാണ്, എങ്ങനെയാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോൾ ഞങ്ങൾക്ക് ഇനി അലംഭാവമാണ് തുടർന്നെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരും, കുടുംബത്തിന് വിട്ടുതരും. കുടുംബത്തിന്റെ രീതിയിലുള്ള മുങ്ങൽ ഞങ്ങളുടേതായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ താല്പര്യമുണ്ട്. അതിനും തയ്യാറാവുന്നില്ലല്ലോ. ഈശ്വർ മൽപ്പ സ്വന്തം നിലയ്ക്ക് നിങ്ങൾ തെരച്ചിൽ നടത്താമെന്ന് പറയുമ്പോൾ അതിനും അനുമതി കൊടുക്കാത്തൊരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് ഇനിയിപ്പോൾ ആരെ വിളിച്ച് പറയേണ്ടത് എന്താണെന്ന് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അങ്ങേ അറ്റത്തിൽ നിൽക്കുകയാണ് എല്ലാ കാര്യം കൊണ്ടും. ഇനിയും ഇത്രയും നല്ല അനുകൂല സാഹചര്യം കിട്ടിയിട്ടും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഇവരെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ ആ വിശ്വാസത്തിനെല്ലാം കോട്ടം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൽദോ, അതാണ് ജിതിന്റെ വാക്കുകൾ. ഒരു നിസ്സഹായ അവസ്ഥ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ നിഷേധിക്കുന്നത്? അത് നേരത്തെ ഈശ്വർ മൽപ്പ ഇവിടെ തെരച്ചിൽ നടത്താൻ തയ്യാറായപ്പോഴും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നാവികസേന ഇതിനെല്ലാം സജ്ജമായി നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്? നാവികസേന ഇന്ന് രാവിലെ മുതൽ തന്നെ 9 മണിക്ക് എത്തുമെന്നാണ് ഔദ്യോഗികമായി തന്നെ അവർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള തടസ്സം സംബന്ധിച്ച് നാവികസേനയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലാ കളക്ടർ അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ തെരച്ചിൽ ഇപ്പോഴും അനിശ്ചിതത്വത്തിലായി തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും നമുക്ക് ഒരിക്കൽ കൂടി വേണമെങ്കിൽ ആ പുഴയുടെ ദൃശ്യം കാണാം. വളരെ തെളിഞ്ഞ രീതിയിലുള്ള ആ പുഴ, ഒരു ഒഴുക്ക് പോലും നമുക്ക് ഇതിൽ മുകളിലോ അത് അത്തരത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അത്രത്തോളം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും
ഇതിൽ ഒരു അലംഭാവം കാണിക്കുന്നത് ഏതായാലും വലിയ പ്രതിഷേധാർഹം തന്നെ. നേരത്തെയൊക്കെ ജിതിൻ ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നു, അവരുടെ കുടുംബം ഉൾപ്പെടെ ഇവിടെ എത്തി പ്രതിഷേധിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ആ കുടുംബത്തെ ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. കാരണം ഇപ്പോഴും 29 ദിവസമായി മകനെ കാത്തിരിക്കുന്ന അച്ഛൻ, അതുപോലെ തന്നെ അമ്മ, ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ, ഇത്തരത്തിലൊരു കുടുംബം വലിയ തോതിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന ഒരു സമയത്ത് അവർക്ക് അവസാനമായി അവരുടെ അർജുനെ ഒന്ന് കാണാനുള്ള ഒരു അവസരം എന്തുകൊണ്ടാണ് അത് ഇവർ നിഷേധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. മൺതിട്ട് രാവിലെ നമ്മൾ കണ്ടതിനേക്കാൾ വെള്ളം കുറഞ്ഞ ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മൾ ഈ ദൃശ്യം കാണുന്ന ഇവിടെയാണ് മുങ്ങൽ വിദഗ്ധർ എത്തുമെന്ന് അറിയിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് അവർ നേരത്തെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്താൻ ഈ സംഘം ഇവിടുന്ന് പുറപ്പെട്ടതൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നത്. പക്ഷേ നാവികസേന തയ്യാറായിട്ടും അവർക്ക് ഏതെങ്കിലും തരത്തിൽ തെരച്ചിൽ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നാണ് നിഷേധാത്മകമായ ഇത്തരത്തിലുള്ള നിലപാടുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം DK ശിവകുമാർ തന്നെ പറഞ്ഞത് ഈ അടിയൊഴുക്ക് ഉണ്ട് എന്നൊക്കെയാണ്. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ജിതിൻ ഒക്കെ പറഞ്ഞത്. അത്രത്തോളം ഉദ്യോഗസ്ഥ തലത്തിൽ എന്തിനാണ് ഇതിനൊരു തടസ്സം നിൽക്കുന്നതെന്ന് കാര്യത്തിൽ ഒരു വ്യക്തത വരാത്തൊരു സാഹചര്യം തന്നെ. എന്തായാലും ഈ രീതിയിൽ തുടർന്നാൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന് കുടുംബം തയ്യാറെടുക്കുകയാണ്. ഈ കാര്യത്തിൽ അടിയന്തരമായി സംസ്ഥാന സർക്കാർ കൂടി ഇടപെടേണ്ടിയിരിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്തെത്തി നേരത്തെ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഈ കാര്യത്തിൽ വേണം. ഇനി വൈകരുത്. ഇത്ര നല്ല കാലാവസ്ഥയുണ്ടായിട്ടും ഈ തെരച്ചിൽ വൈകുന്നത് അത് ആ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. എന്തായാലും വളരെ നിരാശ അനുഭവിക്കുന്ന വാക്കുകളാണ് ജിതിന്റെ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിച്ചത്. അവരുടെ മുഖത്തും അത് പ്രതിഫലിച്ചു. അവരുടെ വീടുകൾ, ഈ വാർത്ത കണ്ടിരിക്കുന്ന അവരുടെ വീടുകളിലും എത്രത്തോളം നിരാശയായിരിക്കും അവർക്കുണ്ടാവുക. വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ന് എത്തിയത്. അത്രത്തോളം ഉറപ്പാണ് ഇന്ന് നാവികസേന ഇന്ന് ഇറങ്ങും, ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുമെന്നൊക്കെ ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ അത് ഒന്നും നടക്കാത്തൊരവസ്ഥ. ഇപ്പോൾ ഇത്ര സമയമായിട്ടും അതിനുള്ള ഒരു സജ്ജീകരണമുള്ള ഏതായാലും AK അഷ്റഫ് ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്, ശിരൂരിൽ തന്നെയുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, ശക്തമായി ഇടപെടുന്നുണ്ട്. അതല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് AK അഷ്റഫും നമ്മോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ അവസാനമായി ഒരു ശ്രമം നടത്തുകയാണ്. നമ്മൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിടരുന്നില്ല. ഇന്ന് തന്നെ ഈ തെരച്ചിൽ തുടരുമെന്ന കാര്യത്തിൽ എന്തായാലും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഇത്തരത്തിൽ പല വിഷയത്തിലും ഈ ഇടപെടൽ ഉണ്ടായിരുന്നു. അത് പല തോതിൽ വിമർശനത്തിനും വഴിവെച്ചതാണ്. വൈകിപ്പിച്ച് അടക്കമുള്ളത്. രാത്രി തെരച്ചിൽ നടത്താൻ സംബന്ധിച്ചൊക്കെ വലിയ വിമർശനം ഉയർന്നതാണ്. ഇപ്പോഴും അത് തുടരുന്നു എന്നതാണ് നമുക്ക് ദുഃഖകരമായ വാർത്ത ശിരൂരിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എൽദോ, ശിരൂരിൽ നിന്ന് അനിശ്ചിതത്വത്തിന്റെ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് KV ബൈജുവിന്. കാരണം അവിടെ തെരച്ചിൽ അല്പസമയത്തിന് ആരംഭിക്കുമെന്നുള്ള കാത്തിരിപ്പ് അത് മണിക്കൂറുകൾ നീളുന്നു. നാവികസേനാംഗങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ അവിടെ ജില്ലാ കളക്ടറുമായി ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തുന്നു. അതിലൊരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാവികസേനയ്ക്ക് തെരച്ചിലിനുള്ള അനുമതി നൽകിയിട്ടില്ല. നാവികസേനയ്ക്കുള്ള തെരച്ചിലിനുള്ള അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ എന്താണ് മുന്നിലുള്ള പോംവഴി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ഈ ദൗത്യം മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ ദൗത്യത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ ദൗത്യം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്കും അറിയേണ്ടത്. ഓക്കെ, അർജുനായുള്ള തെരച്ചിൽ അത് ഒരു അനിശ്ചിതത്വത്തിലേക്ക് മാറിയിരിക്കുന്നു, അങ്ങ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ച് ഇരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം നാവികസേനയ്ക്ക് ഇപ്പോഴും തെരച്ചിലിന് അനുമതി നൽകിയിട്ടില്ലാത്ത സാഹചര്യം. KV ബൈജു വീണ്ടും ചേരുന്നു ശിരൂരിൽ നിന്ന്. ബൈജു, കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ജിതിൻ വല്ലാത്തൊരു നിരാശ പ്രകടമാക്കുന്നുമുണ്ട്. പ്രതീക്ഷ പ്രകടിപ്പിക്കാം അല്ലേ AK അഷ്റഫ് MLAയുടെ കാരണം ജില്ലാ ഭരണകൂടവുമായിട്ടുള്ള കളക്ടറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ? തീർച്ചയായും ഇപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. ഇന്ന് തന്നെ തിരച്ചിൽ തുടരുമെന്നാണ് AK അഷ്റഫ് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയത്. അദ്ദേഹം ഇവിടെ എത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു തീരുമാനമായതിനു ശേഷം ഇവിടെ എത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചുള്ളത്. രാവിലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇതിലൊരു അനിശ്ചിതത്വം അപ്പോഴേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടറുമായി ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തുന്ന സാഹചര്യമുണ്ട്. ഇത് നിലവിലും ഇപ്പോഴും ജില്ലാ കളക്ടറുമായി AK അഷ്റഫ് സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം അവരുടെ ഒപ്പമുണ്ട്. ഇതിൽ ഏതെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് നീക്കി ഇന്ന്
തന്നെ ഈ തെരച്ചിൽ തുടരാനുള്ള നടപടികൾ അതുമായി ശ്രമമായി മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല. ഇനിയുള്ള ഓരോ മണിക്കൂറുകളും നിർണായകമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കൊങ്കൺ മേഖലയിൽ മഴ പെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തോതിൽ ഇവിടെ ബാധിക്കും. നമുക്കറിയാം, ഗംഗാവലി പുഴയിലേക്കാണ് ഈ പ്രദേശത്തൊക്കെ പുഴകൾ എത്തി സംഗമിക്കുന്നതും പിന്നീട് കടലിലേക്ക് എത്തുന്നതും. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വലിയ തോതിലുള്ള മഴ വരുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നീട് നമുക്ക് ഒരിക്കലും ഈ തെരച്ചിൽ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഈ അവസരം, അത് കൃത്യമായ അനുകൂല സാഹചര്യം ഉണ്ടായ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടായ സാഹചര്യത്തിൽ തെരച്ചിൽ നടത്തണമെന്ന് തന്നെയാണ് ഈ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ ഉണ്ണി മുങ്ങൽ വിദഗ്ധർ നമ്മോടൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. നേരത്തെ ഉണ്ണിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ശ്രീ ഉണ്ണി, ഈ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും താങ്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടത്. നാവികസേനയ്ക്ക് ജില്ലാ ഭരണകൂടം തൽക്കാലം അനുമതി നൽകാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, KV ബൈജു. അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ കാരണം എന്തായിരിക്കും ഉണ്ണി? താങ്കൾക്ക് അതിലൊരു വ്യക്തത കിട്ടുന്നുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ 2 നോട്ടിൽ കൂടുതലായി കഴിഞ്ഞാൽ ഡൈവിങ്ങിന് അനുവദിക്കാറില്ല. ഒന്ന്, പിന്നെ നേവി എന്നുള്ള അതുകൊണ്ട് അവർക്ക് അതിനുള്ള പരിമിതികൾ ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾക്ക് അവിടെ ഓൺ ദ സ്പോട്ട് ഡൈവേഴ്സിനെ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ മാതിരി എയർലിഫ്റ്റ് കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തുടങ്ങി വെക്കാം. അതിന് ഡൈവിങ്ങിന്റെ ആവശ്യമില്ല. അത് അവർ നിഷേധിക്കേണ്ട നിഷേധിച്ച തെറ്റാണ്. കാരണം നമുക്ക് എയർലിഫ്റ്റ് ചെയ്യുന്നതിൽ ഡൈവിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി സർഫേസിൽ നിന്ന് ഇരുന്നു കൊണ്ടുള്ളതാണ്. ഡെങ്കി ബോട്ടിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഞാൻ രാവിലെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ അവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. 4 നോട്ടായതുകൊണ്ട് അതിനി കുറഞ്ഞു വരുന്ന, അപ്പൊ 6.5 ആയിരുന്നതിന് മുൻപ് ഇപ്പോൾ 4 നോട്ടായി. ഇനി അത് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് ഓപ്പറേഷൻ കണ്ടിന്യൂ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ എയർലിഫ്റ്റ് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ കണ്ടിന്യൂ ആക്കണം എന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ബൈജു, ഇപ്പോൾ ഈ ശ്രീ TK വേണ്ടി പറഞ്ഞതുപോലെ ഈ നാവികസേന അവർ എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റു ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത്തരം സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ? കാരണം ചെളി നീക്കം ചെയ്ത് ലോറിയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് പോലും എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ ആ ലോറിയെ ഉയർത്തണമെങ്കിൽ, ആ ക്യാബിൻ ഉയർത്തണമെങ്കിലൊക്കെ സാധ്യതയൊക്കെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബൈജു, അപ്പോൾ ആ തരത്തിലല്ലേ ആദ്യം ദൗത്യം നീങ്ങേണ്ടത്? തീർച്ചയായും എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നിഷേധമായ നിലപാട് വരുന്നതെന്ന് മനസ്സിലായി. ഇതിൽ മനാഫ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. മനാഫ്, ഇപ്പോൾ നമ്മൾ ഒരു അനിശ്ചിതത്വം ആണല്ലോ ഇതിൽ കാണുന്നത്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ? ഇതിപ്പോ ഓൾമോസ്റ്റ് ഇപ്പോൾ 1 മാസം ആവാനായി. 1 മാസം ആവാനായി 3 മനുഷ്യന്മാർ ഇതിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഇതിന്റെ ആ വേദന എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ് ഉള്ളത്. ഇത്രയും മെനക്കെട്ടിട്ട് ഇന്ന് മീഡിയാസ് രണ്ടാമത് ഇവിടെ വന്ന് നമ്മളെ ഇതിന്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കിയിട്ടാണല്ലോ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ നിൽക്കുന്നത്. വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ഈശ്വർ മൽപ്പ അടക്കമുള്ള ആളുകൾക്ക് ഇറങ്ങാൻ പെർമിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ വൈകുന്നേരം ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ മീറ്റിംഗ് 7 മണിക്കേന് വൈകുന്നേരം. അതിനുശേഷമാണ് ഈശ്വർ മൽപ്പനെ വിളിച്ചിട്ട് പറയുന്നത് ഇറങ്ങരുത്, ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്, അറസ്റ്റ് ചെയ്യും എന്നുള്ള രൂപത്തിൽ. എന്നാൽ നേവി ആണെങ്കിലോ, നേവി ഇന്നലെ ഇറങ്ങിയതാണ്. ഇന്നലെ ഇറങ്ങിയിട്ട് 2 സ്പോട്ട് ഇവർ കണ്ടും ചെയ്ത്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. 1 ബോട്ടായിട്ടാണ് വന്നിരുന്നത്. ഇന്ന് 2 ബോട്ട്, 5 ആൾ ഡൈവ് ചെയ്യാനുള്ള ആളുകൾ, ആ എല്ലാ എക്യുപ്മെന്റ്സും ആയിട്ട് ഇന്ന് അവിടെ ഒക്കെ റെഡിയാക്കി. ഇനി പുറപ്പെടേണ്ട താമസമുള്ളൂ. അനുമതി കൊടുക്കണില്ല. എന്തുകൊണ്ടാണ് ഈ അനുമതി നിശ്ചയിക്കുന്നത്? വെള്ളത്തിൽ ഒഴുക്കുണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണോ? ഇതൊരു ഈഗോ പ്രോബ്ലമാണ്. ഞാൻ ഇപ്പം മുന്നേ പറയുന്ന കാര്യമാണ്. ഇതൊരു നിസാരമായ ഒരു അത്ര എന്താ പറയുക ഹ്യൂജായിട്ടുള്ള ഒരു ദുരന്തമൊന്നുമല്ല. ഈ ദുരന്തത്തിന് ഇത്ര എന്താ പറയുക വിവാദമാക്കി മാറ്റിയത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്. പൂർണ്ണമായിട്ട് ഈ ജില്ലാ ഭരണകൂടത്തിനെ ഇവിടുന്ന് മാറ്റിയിട്ട് ഒരു സ്വതന്ത്ര അന്വേഷകനെ കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നേവി ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അനുവദിച്ചത്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? അത്ഭുതമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ അത്ഭുതമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ പോലീസുകാർ എന്തോ ഒരു ദയ ആണ്. അല്ലാതെ ഇവർ
ഒരു തരത്തിലും ഒന്നും ആലോചിച്ചിട്ട് സങ്കടമില്ലാതെ വേറെ ഒന്നും വരുന്നില്ല ഇവിടെ. സതീഷ് MLA ഒക്കെ ഇതിൽ വലിയ തോതിൽ നമുക്ക് ഇടപെട്ട ഒരാളാണ്. അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും വിവരമുണ്ടോ? പുള്ളിക്കാരന് കുറച്ചെങ്കിലും ഇതിനോടൊരു താല്പര്യം, എങ്ങനെങ്കിലും ആളുകളെ എടുക്കണം. പുള്ളിക്കാരന്റെ ഇതിൽപ്പെട്ട ആളുകളാണല്ലോ രണ്ടുപേര്. ആ രണ്ടുപേര് പ്രഷർ പുള്ളിക്കാരനുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും എനിക്ക് തോന്നുന്നു ഒരു MLA-ക്കും കുറെ പരിധികൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏകോപനത്തിനൊരു കുറവ്, സംസ്ഥാനത്തിന്റെ ഒരു ഏകോപനം ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നമ്മളെ സംസ്ഥാനത്ത് നിന്ന് എല്ലാ നേതാക്കന്മാരും അർജുന്റെ വീട്ടിൽ വരുന്ന ആശ്വാസവാക്കുകൾ പറയുന്നു, MLA-മാർ വരുന്നു, മന്ത്രിമാർ വരുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് ഇവിടേക്ക് എത്തണില്ല. ഇവര് വെറുതെ ഒരു ആശ്വാസവാക്ക് നൽകുകയാണോ അല്ലെങ്കിൽ അതിനായിട്ട് കാര്യമായി പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളത്. നിലവിൽ ഇന്ന് എപ്പോൾ തെരച്ചിൽ തുടരുമെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വിവരമുണ്ടോ? ഇന്ന് തെരച്ചിൽ ഉണ്ടാകുമോ? ഈ ഒരു ഇതിലും തെരച്ചിൽ തുടരുന്നില്ലെങ്കിൽ പിന്നെ അതിലൊരു അർത്ഥമില്ല. തെരച്ചിൽ ഈ സമയത്ത് നമ്മൾക്ക് അറിയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ടതാണ്. അതിനുള്ള അവകാശമുണ്ട്. അത്ര ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വലിയ 2 വണ്ടികൾ ഇപ്പോഴും കാണാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. ആ വണ്ടികൾ ഇനി ഈ മണ്ണിന്റെ ഈ മൺകൂനായിട്ട് നിൽക്കണ്ടല്ലോ ഈ പുഴന്റെ, അതിന്റെ അടിയിലാണെങ്കിൽ അവിടുന്ന് എടുത്തു തരേണ്ട ബാധ്യത ഇവിടുത്തെ ഗവൺമെന്റിനാണ്. ഇതിനൊരു ഉത്തരം നൽകാൻ ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് തരത്തിൽ തയ്യാറാവുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ചെലവിൽ ചെയ്തോളാം. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ജിതിൻ ഉൾപ്പെടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്, നമ്മൾ സ്വന്തമായി തന്നെ തെരച്ചിൽ നടത്താൻ അതിന് അനുമതി നൽകുക. പക്ഷെ അതും ഇപ്പോൾ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ തെരച്ചിലുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നടപടി കാണുന്നില്ല. ഏതായാലും ഒരു അനിശ്ചിതത്വം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അത്രത്തോളം ഉറപ്പാണ് നമുക്ക് നാവികസേനയിൽ നിന്ന് ലഭിച്ച് രാവിലെ 9 മണിക്ക് തെരച്ചിൽ തുടരുമെന്ന കാര്യത്തിൽ. പക്ഷേ ഇപ്പോഴും ഇത്ര സമയമായിട്ടും അവരുടെ ഏതെങ്കിലും ആളുകൾ ഇവിടെ എത്തുകയോ അത്തരത്തിൽ തെരച്ചിൽ നടത്തുകയോ ചെയ്യാത്തൊരു സാഹചര്യം തന്നെയാണ്. എന്തായാലും അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. എത്രയും പെട്ടെന്ന് തെരച്ചിൽ തുടരണം എന്ന ആവശ്യം തന്നെയാണ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഇപ്പോൾ ഉയരുന്നത്. എൽദോ, റൈറ്റ്, അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മനാഫും ജിതിനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് അനുമതി നൽകാത്തത് എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി നിൽക്കുകയും ചെയ്യുന്നത്. സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്താൻ സന്നദ്ധമാണെന്ന് കുടുംബവും അർജുന്റെ സുഹൃത്തുക്കളും ലോറിയുടെ ഉടമ മനാഫും ഒക്കെ അറിയിക്കുകയും ചെയ്യുന്നു.